1/5 plus 1/5 square plus 1/5⁻³ plus 1/5⁴. ഇങ്ങനെ ഫ്രാക്ഷൻ തന്നുകൊണ്ട് ഡെസിമൽ രൂപം ചോദിക്കാറുണ്ട്, ഡെസിമൽ തന്നുകൊണ്ട് ഫ്രാക്ഷൻ്റെ രൂപവും ചോദിക്കാറുണ്ട്. അവർ തമ്മിൽ നല്ല ബന്ധമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് തിരിച്ചും മറിച്ചും ചോദിക്കും. ഞാൻ നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു ഓപ്ഷൻ എഴുതിത്തരാം. ഓപ്ഷൻ എഴുതിയാൽ ചില സൗകര്യങ്ങളുണ്ട്. ഓപ്ഷൻ എ 2, 4, 2, 4, 8, 1, 6. ഓപ്ഷൻ ബി 0.2496. ഓപ്ഷൻ സി 0.2222. ഓപ്ഷൻ സി ഡി 0.4444. ഇതൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. ആട്ടെ, നിങ്ങൾക്ക് എത്രയാണ് ഇതിന്റെ ആൻസർ കിട്ടിയത്? 2496. ആരാണ് ആ ഉത്തരം പറഞ്ഞത്? ഹരിനന്ദ്. ഹരിനന്ദ് ഏത് സ്കൂളാണ്? UST. എങ്ങനെയാണ് ഈ രണ്ടാമത്തെ ഓപ്ഷനിലേക്ക് ഹരിനന്ദ് വന്നത്? എത്രയാ 1/5 ഫ്രാക്ഷൻ? എങ്ങനെ കിട്ടി? ഓഹോ, അങ്ങനെ ചെയ്താണ് അല്ലേ? ആയിക്കോട്ടെ, 1നെ 5 കൊണ്ട് ഹരിച്ചു. എത്ര കിട്ടി? 1-ൽ നമ്മൾ 10 ആക്കിയപ്പോൾ ഒരു പോയിന്റ് വന്നു. അതല്ലേ ചെയ്തത്? ഓക്കെ. അപ്പൊ 10-ൽ ഈ 10-ൽ 5 2 ടൈംസ് 2 5 10. അത് റെഡിയായി. അപ്പോൾ നമ്മൾ 0.2 അവിടെ വെച്ചു, അത് പ്ലസ് ചെയ്തു. ഇനി 1/5⁻² എന്ന് പറഞ്ഞാൽ 5⁻² എന്ന് പറഞ്ഞാൽ 25 അല്ലേ? അല്ലേ? യെസ് ഓർ നോ? 25. 1നെ 25 ഉണ്ടല്ലേ പിന്നെ ഹരിച്ചത്? ഓ, അങ്ങനെയാണ്. ശരി, 0.2ന്റെ സ്ക്വയർ എത്രയാണ്? കാരണം 0.2 കൂടെ കിട്ടിയത് എനിക്ക് 0.2ന്റെ സ്ക്വയർ എത്രയാണ്? 0.04. അപ്പൊ നമുക്ക് 0.04 ഇവിടെ എഴുതി. ഇത് എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, പോയിന്റ് ഒക്കെ ഒരേ നേരെ വരുന്ന രീതിയിൽ എഴുതിയിട്ട് വേണം ഈ ക്രിയ ചെയ്യാൻ. നിങ്ങൾ കൂട്ടുന്ന സമയത്ത് ചെയ്യേണ്ടത് പോയിന്റിനെയാണ് പ്രാധാന്യം കൊടുക്കേണ്ടത്. അതിനനുസരിച്ച് വേണം ഇത് ചെയ്തോളാൻ. ഇനി അടുത്തത് 1/5⁻³ ആണ്. എന്ത് ചെയ്തു? 0.4ന്റെ ഇരട്ടി എത്രയാണ്? 0.4ന്റെ ഇരട്ടിയാണോ എടുത്തത്? എങ്ങനെ എടുത്തു? 0.04ന്റെ ഇരട്ടി എത്രയാണ്? 0.04ന്റെ ഇരട്ടി തരാം. 0.04 2 കൊണ്ട് ഗുണിച്ചതാണോ? ഒരു സംഖ്യയുടെ ഇരട്ടി എന്ന് പറഞ്ഞാൽ 2 കൊണ്ട് ഗുണിക്കലല്ലേ? പോയോ? ശരി, ഇത്തരം ചോദ്യം 1/5, 1/5⁻², 1/5⁻³ 1/5⁻4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നേരത്തെ കുട്ടി പറഞ്ഞത് ശരിയാണ്. 0.2 നമുക്ക് കണ്ടെത്തിയതിന് ശേഷം പിന്നെ നമുക്ക് 2 സ്ഥാനം മാറ്റുന്ന രീതിയിൽ ഈ 2നെ ഡബിൾ ചെയ്തുകൊണ്ട് 0.04 എന്ന് എഴുതി. അത് ശരിയാണ്. പിന്നീട് വരേണ്ടത് നമുക്ക് 3 സ്ഥാനം ക്രമീകരിക്കലാണ്. അപ്പം 0.008ലേക്കാണ് കിടക്കേണ്ടത്. പിന്നീട് വരേണ്ടത് നമുക്ക് ഈ 1/5⁻4നെ നമുക്ക് 4 ഡെസിമൽ സ്ഥാനം വേണം. അപ്പോൾ നമുക്ക് 0.00 വന്നതിന് ശേഷം ഈ 8ന്റെ ഇരട്ടിയായ 16നെയും കൂടി അവിടെ എഴുതി കൊടുക്കണം. ഞാൻ ഇതൊന്നും വായിക്കുന്നുണ്ട്, ഈ ഓപ്ഷൻ തെറ്റായതുകൊണ്ട്. ശരി, അപ്പം നമ്മൾക്ക് ചെയ്ത കാര്യം എല്ലാ പോയിന്റും നേരെ വന്നു.
0.2, 0.04, 0.008, 0.0016. ഈ ഒരു ബന്ധം നിങ്ങൾക്ക് മനസ്സിലാക്കാം. 2 അരികത്ത് പറഞ്ഞത് ശരിയാണ്. 2, 4, 8, 16. ഇനി 1/5 നമ്മൾ പോകുന്ന സമയത്ത് അത് വീണ്ടും 32 അങ്ങ് പോയിക്കോളും. ഇതാണ് ആ കണക്ഷൻ. ഇത് നേരെ തിരിച്ചും ചോദിക്കാറുണ്ട്, ഞാൻ പറയാം. ഇതെല്ലാം ആഡ് ചെയ്താൽ എത്രയാണ് ഹരിതന്റെ? പറയൂ. 2496 പോവുക. ധ്യാന, ഈ സംഭവം മനസ്സിലായോ? ഇതാണ് ഇതിന്റെ ബന്ധമുള്ളത്. ഇത് ഒന്ന് കിട്ടിക്കഴിഞ്ഞാൽ തന്നെ മറ്റത് കിട്ടിക്കോളും. കാരണം ഒന്ന് കിട്ടിയപ്പോൾ ഈ കണക്ഷൻ നോക്കിക്കോളൂ. 0.2, 0.04, 0.008. അതേസമയത്ത് നിങ്ങൾ ഈ ഒന്നിനെ ഇപ്പൊ 0.04 കിട്ടാൻ ചില കുട്ടികൾ ഈ ഒന്നിനെ നമ്മൾ 5/2 25 കൊണ്ട് ഹരിക്കും. അത് ഹരിച്ചു കഴിഞ്ഞാൽ അതിനെ സംഭവിക്കുക, ഇവിടെ ഒരു 0 ചേർത്ത് കൊടുത്തു, പോയിന്റ് വന്നു. ഇവിടെ ഒരു 0 ചേർത്തു, അപ്പം 100 എത്ര എന്നുള്ള രീതിയിലുള്ള ചോദ്യം വരും. അപ്പം നമ്മൾ ഇവിടെ ഒരു 0 കൊടുത്ത്, അപ്പം 100 25 4 പ്രാവശ്യം അങ്ങനെയാണ് കിട്ടുന്നത്. അതിന്റെ ആവശ്യമില്ല. 0.2 കിട്ടിക്കഴിഞ്ഞാൽ ഈ ക്രമത്തിലാണ് പോകുന്നതെങ്കിൽ അതിന്റെ ആവശ്യമില്ല. ഇത് നേരെ റിവേഴ്സ് ആയിട്ട് ഈ ചോദ്യം ചോദിക്കാറുണ്ട്. ഹരിതത്തിന് അറിയാമോ ഇതിന്റെ റിവേഴ്സ് ചോദ്യം? ഇല്ല, പറയാം. ഇത് ഈ 1/5 1/5² തമ്മിലുള്ള അതേ കണക്ഷനില് ഈ ചോദ്യം തിരിച്ചെങ്ങനെ ചോദിക്കാൻ നോക്കിക്കോളൂ. അതും പറഞ്ഞുതരാം. പരീക്ഷയ്ക്ക് ഇങ്ങനെയും വരാം. 1/2 plus 1/4 plus 1/8. ഇതിന്റെ ഡെസിമൽ രൂപം എന്താണ്? നേരത്തെ നിങ്ങൾ 1/5നെ 0.2 എന്ന് വിശേഷിപ്പിച്ചപ്പോൾ, 1/5നെ നിങ്ങൾ 0.2 എന്ന് വിശേഷിച്ചപ്പോൾ 1/2നെ നിങ്ങൾ 0.5 എന്ന് വിശേഷിപ്പിക്കേണ്ടി വരും. കാരണം ഇവർ തമ്മിലുള്ള കണക്ഷൻ അതാണ്. 1/2 എന്ന് പറഞ്ഞാൽ 0.5 ആണ്. നിങ്ങൾക്കറിയാലോ അര എന്ന് പറഞ്ഞാൽ 50 ആണെന്ന് നിങ്ങൾ എപ്പോഴും പറയാറില്ലേ, അര. അപ്പോൾ 0.5 ആണ്. വേണമെങ്കിൽ 1നെ നിങ്ങൾ 2 കൊണ്ട് ഹരിച്ചു നോക്കൂ. 5 2 10. അപ്പൊ ഇവിടെ 0.5 ആണ്. അതേസമയത്ത് 1/5 എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ നേരത്തെ തിരിച്ചടിച്ചു. 1/2 എന്ന് പറഞ്ഞപ്പോൾ ഇങ്ങനെയും വന്നു. ഇനി 1/4 എന്ന് പറഞ്ഞാൽ എത്രയാണ് ഹരിതന്റെ? 4 എന്ന് പറഞ്ഞാൽ നമ്മൾ എങ്ങനെയാ പറയുക? 0.25 എന്ന് പറയുന്നത് 0.25 എന്നാണ് പറയേണ്ടത്. പോയിന്റ് കഴിഞ്ഞാൽ പിന്നെ പെറുക്കിയാ പറയാമോ? 0.25. യെസ്. ഇനി 1/8 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 0.125. കണ്ടോ? ഈ കണക്ഷനിലേക്കാണ് അത് പോകുന്നത്. നേരത്തെ ഇതിന്റെ നേരെ റിവേഴ്സ് ആണ്. ഇത് ആഡ് ചെയ്താൽ എത്ര എന്നുള്ള ചോദ്യം വരാം. അങ്ങനെ വന്നാൽ ഇതിന്റെ ഉത്തരം 0.875 ആയിരിക്കും. ഈ രണ്ട് കണക്ഷനും ധ്യാന മനസ്സിലായോ? മനസ്സിലായി. അപ്പം അതേസമയത്ത് ഈ ഒറ്റ ഒന്നിനെ പിടിച്ചു കഴിഞ്ഞാൽ ഇത് ഇങ്ങനെയാണ് ക്രമത്തിലാണ് പോകുന്നതെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. ഓപ്ഷനിൽ നോക്കിയിട്ട് പോകാം. അടുത്തത് ഞാൻ ഒരു ചിത്രത്തിലേക്ക് പോവുകയാണ്. ഈ ആബേൽ ഇന്നുണ്ടോ? ആബേൽ അയച്ചെന്ന ചോദ്യം ഞാൻ പരിഗണിക്കാം കേട്ടോ. ആബേലിന് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ 2 ചോദ്യം ഞാൻ അത് എടുത്തിരുന്നു. പക്ഷേ അതേ സമയത്ത് അന്നേരം ആബേലിനെ വിളിച്ചിട്ട് കിട്ടിയിട്ടുമില്ല. അത് യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട്. കണ്ടിരുന്നോ? ബാക്കിയുള്ളത് ഞാൻ പരിഗണിക്കാം കേട്ടോ. എത്ര കുട്ടികൾ ഇന്ന് പങ്കെടുത്തിട്ടുണ്ട് ധ്യാന? 344 കുട്ടികളോട് ഞാൻ ഇതാ ഒരു ചോദ്യം ചോദിക്കുന്നു. ഒരു റെക്റ്റാങ്കിൾ വരയ്ക്കൂ മക്കളെ. ഒരു ചതുരം വരയ്ക്കൂ. വരച്ചു കഴിഞ്ഞാൽ ധ്യാന ഒന്ന് യെസ് എന്ന് പറയണേ. യെസ്, വരച്ചു. ആ റെക്റ്റാങ്കിളിന് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു കട്ടിങ് കൊടുക്കാം. അപ്പൊ നിങ്ങൾക്ക് അവിടെ കുറെ ട്രയാങ്കിൾ കിട്ടും. ഈ ട്രയാങ്കിളിന്റെ ഈ ഒരു ആംഗിൾ ഞാൻ അടയാളപ്പെടുത്തി, ഈ ഒരു ആംഗിൾ ഞാൻ അടയാളപ്പെടുത്തുകയാണ്. ഈ 2 ആംഗിൾ ഞാൻ അടയാളപ്പെടുത്തി.
നിങ്ങളും അങ്ങനെ ചെയ്യുവിൻ. ഞാൻ ചെയ്തു കഴിഞ്ഞാൽ യെസ് എന്ന് പറയണം. യെസ്. ഈ ഒരു ലൈൻ 6 സെന്റിമീറ്റർ ആണ്, ഈ ഒരു ലൈൻ 8 സെന്റിമീറ്റർ ആണ്. ഇത് 6ഉം ഇത് 8ഉം ആണ്. സ്വാഭാവികമായിട്ട് നിങ്ങൾക്കറിയാമല്ലോ ഈ ഈ ഈ അരിക്കുള്ള ഈ റെക്ടാങ്കിളിന്റെ ആംഗിൾ ഒക്കെ 90 ഡിഗ്രി ആണെന്ന കാര്യം നിങ്ങൾക്കറിയാം. അത് ഞാൻ പ്രത്യേകം എഴുതേണ്ട കാര്യമൊന്നുമില്ല. എൻ്റെ ചോദ്യം ഇതാണ്, ശ്രദ്ധിക്കുക. ഇൻ ദ പിക്ചർ, ഞാൻ അതിൻ്റെ മലയാളവും പറയാം. ഇൻ ദ പിക്ചർ, ധ്യാന ബോർഡ് ക്ലിയർ അല്ലേ? The shaded angles are equal. The shaded angles are equal. ഷെയ്ഡ് ചെയ്ത ഈ രണ്ട് ആംഗിളും ഈക്വൽ ആണ്. എത്രയാണെന്ന് പറയുന്നില്ല, വേണ്ട. ചിത്രത്തിൽ ഷെയ്ഡ് ചെയ്തിരിക്കുന്ന കോണുകളൊക്കെ തുല്യമാണ് പോലും. ഇത് രണ്ടേ ഷെയ്ഡ് ചെയ്തിട്ടുള്ളൂ. What is the breadth of the rectangle? ഓഹോ, what is the breadth of this rectangle? ഈ റെക്ടാങ്കിളിന്റെ ബ്രെഡ്ത്ത് അല്ലെങ്കിൽ വീതി എത്ര ആണ്? ഇതിന്റെ വീതി എത്രയാണ്? ധ്യാന എന്റെ ചോദ്യം ആവർത്തിക്കൂ. In the picture, the shaded angles are equal. What is the breadth of the rectangle? കഴിഞ്ഞ ദിവസം ഏതോ കുട്ടികൾ പറഞ്ഞു ഞങ്ങൾക്ക് റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ ഒന്നും എടുത്തിട്ടില്ല എന്ന്. അതിനും കൂടിയുള്ള മറുപടിയാണ് ഈ തന്നിരിക്കുന്നത്. ഇതിൻ്റെ ആൻസർ കുട്ടികൾ ടൈപ്പ് ചെയ്യുന്നതിന് മുമ്പ് ഞാൻ ഇതിൻ്റെ ഓപ്ഷൻ തരാം, എന്നാൽ നിങ്ങൾക്കൊരു സൗകര്യമാണ്. 2.4 സെന്റിമീറ്റർ ഉണ്ട് ഓപ്ഷനിൽ, 3.5 ഉണ്ട്, 4.8 ഉണ്ട്, 5.2 ഉണ്ട്. ആബേൽ, ഈ ചോദ്യം പിടികിട്ടിയോ? ആരാണ് 4.8 പറഞ്ഞത്? 8 പറഞ്ഞ കുട്ടിയുടെ പേര് പറയണം. 4.8 പറഞ്ഞ കുട്ടിയുടെ പേര്. ധ്യാന, ഈ ചോദ്യത്തിന്റെ ആൻസർ മനസ്സിലായോ? ഇല്ല. ശരി, 4.8 ആണ് ഇതിന്റെ ആൻസർ. അത് കിട്ടുന്നത് എങ്ങനെയാന്ന് വെക്കോളൂ. ഈ 4.8 കണ്ടുപിടിച്ച കുട്ടികൾക്ക് ആർക്കെങ്കിലും ഇതെങ്ങനെ കിട്ടി എന്ന് വിവരിക്കാൻ പറ്റുമെങ്കിൽ പറയാം, ഇല്ലെങ്കിൽ ഞാൻ ഇടപെടാം. ആരുമില്ലാന്ന് തോന്നുന്നു. അപ്പൊ 4.8 ഗസ് ചെയ്താണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ശരി, ഞാൻ നമുക്ക് ഇതിലേക്ക് പോകാം. കലിക്കറ്റ് ഗേൾസ് ഉണ്ട് എന്നതിൽ. കലിക്കറ്റ് ഗേൾസ്, നിങ്ങൾ 4.8 നിങ്ങൾ ആരാണ്? കലിക്കറ്റ് ഗേൾസ് എന്ന് ആരാ ഉള്ളത്? ആ, നമ്മുടെ മായനാടുള്ള കുട്ടികളുണ്ടോ? മായനാട് എന്ന കുട്ടികളുണ്ടോ? മായനാട്. യെസ്, ഓക്കെ. മായനാടുള്ള കുട്ടികളുണ്ട്. സെന്റ് ജോസഫ് ബോയ്സ് ഉണ്ടോ? സെന്റ് ജോസഫ് ബോയ്സ് ഉണ്ടോ? സെന്റ് ജോസഫ് ബോയ്സിൽ ഇന്ന് വരുന്നുണ്ട്. സെന്റ് ജോസഫ് ബോയ്സിൽ വരുമ്പോൾ കുട്ടികൾ ശ്രദ്ധിക്കേണ്ടത്, പ്രൈം നമ്പറൊക്കെ ഞാൻ ചോദിക്കും, കാണാതെ പഠിച്ചിട്ടുണ്ടോ എന്നുള്ളത്. സ്ക്വയർ നമ്പർ ചോദിക്കും, അതൊക്കെ പഠിച്ചിട്ടാണ് ക്ലാസ്സിലേക്ക് വരാവും. ശ്രദ്ധിക്കുക. പ്രൈം നമ്പർ, സ്ക്വയർ നമ്പറൊക്കെ പഠിക്കേണ്ട കാര്യമൊക്കെ പഠിച്ചു വരിക. അത് ഞാൻ മുമ്പേ പറഞ്ഞു വെച്ച കാര്യമാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ 4.8 എങ്ങനെ കിട്ടിയെന്ന് പറയാൻ പറ്റുമോ? ഇല്ല. അപ്പൊ ധ്യാന, നമുക്ക് ഇടപെടാം. ധ്യാന, നോക്കാം. റെഡിയല്ലേ ധ്യാന? റെഡിയല്ലേ? യെസ്. ധ്യാന, ഇവിടെ ശ്രദ്ധിച്ചോളൂ. ഈ ഒരു ആംഗിള് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഇവിടെ കിട്ടുന്ന ഈ ആംഗിളിന് എത്ര ഡിഗ്രി ആയിരിക്കും? 90 ഡിഗ്രി വരുന്ന ട്രയാംഗിളിന് നമ്മൾ എന്ത് പേരാണ് കൊടുക്കുക? റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ അല്ലെങ്കിൽ മട്ടത്രികോണം. മട്ടത്രികോണത്തിന്റെ പാദവും ലംബവും തന്നു കഴിഞ്ഞാൽ, അതായത് ബേസും ആൾട്ടിറ്റ്യൂഡും തന്നു കഴിഞ്ഞാൽ ഹൈപ്പോട്ടന്യൂസ് കണ്ടുപിടിക്കാൻ നമ്മൾ എന്താണ് ചെയ്യാറ്? ഈ 8നെ സ്ക്വയർ ചെയ്യും, ഈ 6നെ സ്ക്വയർ ചെയ്യും. 8 സ്ക്വയർ 64ഉം 6 സ്ക്വയർ 36ഉം ആയിട്ട് രണ്ടും കൂടി കൂട്ടിയിട്ടില്ല 100ന്റെ സ്ക്വയർ റൂട്ടായ 10 അല്ലേ നമ്മൾ എഴുതാറ്?
അപ്പം ഈ ചിത്രം തിരിച്ചു പിടിച്ചു കഴിഞ്ഞാൽ അത് റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ ആണെന്ന് ബോധ്യപ്പെടുകയും 8ന്റെ സ്ക്വയറും 6ന്റെ സ്ക്വയറും തമ്മിൽ കൂട്ടിയിട്ടുണ്ടാകുന്ന സ്ക്വയർ റൂട്ട് കണ്ടുപിടിച്ചിട്ട് നമ്മൾ 10ലേക്ക് പോവുകയും ചെയ്താൽ നമുക്ക് ഇതിന്റെ നീളം കിട്ടിയില്ലേ? കിട്ടി. ശരി, ഇനി അടുത്തതിലേക്ക് വരാം. ശ്രദ്ധിക്കുക, എല്ലാവരും ശ്രദ്ധിക്കുക. ഈ നീളം കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ എങ്ങനെയാണ് ഇതിന്റെ അതായത് ഒരു റെക്ടാംഗിളിന്റെ ഏരിയ കണ്ടെത്തൽ? നീളവും വീതിയും തമ്മിൽ മൾട്ടിപ്പിൾ ചെയ്തിട്ടല്ലേ ഏരിയ കണ്ടെത്തുക, ആണോ? ധ്യാനയോടാണ് ചോദ്യം. ഒരു കുട്ടി മറുപടി പറഞ്ഞാൽ വേഗം നമുക്ക് മുന്നോട്ട് പോകാം. ധ്യാന, നീളവും വീതിയും തമ്മിൽ ഗുണിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഏരിയ കിട്ടുമോ? കിട്ടും. ഇവിടെ നീളം തന്നിട്ടുണ്ടോ? എത്രയാണ്? 10 സെന്റിമീറ്റർ. വീതി തന്നിട്ടില്ല, അതിലേ കണ്ടുപിടിക്കേണ്ടത്. ശരി, ഇനി നമുക്ക് ഏരിയ എത്രയാന്ന് നോക്കാം. അതാദ്യം ശ്രദ്ധിക്കും. ഇത് ഒരു ട്രയാങ്കിൾ ആകുമ്പോൾ ആ ട്രയാങ്കിൾ, ഇത് നടുക്കുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്, ഈ ഷെയ്ഡ് ചെയ്യാൻ പോകുന്നത്. ഇത് 8x2. ഈ ട്രയാങ്കിളിന്റെ മാത്രം ഏരിയ എത്രയാണ് മോളെ? ഹാഫ് ബി എച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഈ ട്രയാങ്കിളിന്റെ മാത്രം ഏരിയ എത്രയാണെന്ന് പറയും? 24. ആരാ 24 പറഞ്ഞ കുട്ടിയുടെ പേരെന്താ? ദേവനന്ദ. 6x8ന്റെ പകുതി 6x8ന്റെ പകുതി, അതാണല്ലോ ഹാഫ് ബി എച്ച്. 6x8 എന്ന് പറഞ്ഞാൽ 48. 48ന്റെ പകുതിയായ 24 ആയിരിക്കും ഇതുണ്ടാവുക. അപ്പൊ ഞാൻ നിങ്ങളോട് പറയുന്നു, ഈ 24 ഈ മിഡിലുള്ള ഈ ട്രയാങ്കിൾ എങ്കിൽ ഈ എ എന്ന ഈ ചെറിയ ട്രയാങ്കിളും ബി എന്ന ഈ ചെറിയ ട്രയാങ്കിളും കൂട്ടിയാലും 24 ഉണ്ടാകുമെന്ന് ഞാൻ പറയുന്നു. നിങ്ങൾ അത് വിശ്വസിക്കണം. കാരണം ഇത് രണ്ടും ഞാൻ കൂട്ടിയാൽ 24 കിട്ടുമെന്ന് തെളിയിക്കാൻ പോവുകയാണ്. ഇവിടുന്ന് ഞാൻ നേരെ ഒരു ലൈൻ താഴോട്ട് വരയ്ക്കുന്നു. നിങ്ങൾ നോക്കൂ, ഇത് രണ്ടും തുല്യമല്ലേ എന്ന്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇവിടെ 1, 2, 3, 4 എല്ലാം ഈക്വൽ ആണ്. അങ്ങനെയാണെങ്കിൽ ഈ രണ്ട് എയും ബിയും കൂടി കൂട്ടിയാൽ 24 വരണം. ചുരുക്കി പറഞ്ഞാൽ ധ്യാന, ഇതിന്റെ മൊത്തം ഏരിയ എത്രയാണ്? 48. അപ്പൊ 10 × ബി ആണ് 48. നീളവും വീതിയും തമ്മിൽ ഗുണിച്ചിട്ട് നിങ്ങൾക്ക് 48 കിട്ടി എങ്കിൽ വീതി എത്ര എന്ന് ചോദിച്ചാൽ 48നെ 10 കൊണ്ടങ്ങ് ഡിവൈഡ് ചെയ്താൽ മതി. ഒരു സംഖ്യയെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഒരു ദശാംശം അങ്ങോട്ട് മാറ്റിയിട്ട് പോയിന്റ് ചേർക്കുന്നു, 4.8 കിട്ടുന്നു. നമ്മൾ ഉത്തരം ശരിയാവുന്നു. മനസ്സിലായിട്ടുണ്ടെങ്കിൽ യെസ് എന്ന് ടൈപ്പ് ചെയ്യാം. ധ്യാനക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ പറയാം. ഇനി മറ്റുള്ള കുട്ടികൾക്കും മൈക്ക് ഇപ്പോൾ ഓൺ ചെയ്യാം. ഈ 4.8 കിട്ടിയത് മനസ്സിലായിട്ടില്ലെങ്കിൽ ഇതാ ചോദിക്കാം. മനസ്സിലായിട്ടില്ല. അപ്പോ കണ്ടു ധ്യാന, കണ്ടില്ലേ? ചോദ്യങ്ങൾ ഇങ്ങനെ പ്രവഹിച്ചുകൊണ്ടിരിക്കുന്നു. ധ്യാന ഒന്ന് പറഞ്ഞു കൊടുക്കൂ, 10 കിട്ടിയത് എങ്ങനെയാണെന്ന്. നമ്മളെ ചോദ്യം ഉണ്ടല്ലോ. ചോദ്യം എന്താണ്? എന്തൊക്കെ പറയുന്നത് എനിക്കൊന്നും മനസ്സിലാകുന്നില്ലേ. ആദ്യം ചോദ്യം പറയൂ. ലെങ്ത് 10 കിട്ടി. 10 സെന്റിമീറ്റർ കിട്ടി.
24 centimeters square. അതിനുശേഷം നമ്മൾക്ക് ബ്രെത്ത് കണ്ടുപിടിക്കേണ്ടതിലേക്ക് നമ്മൾ പോകുന്നു. അപ്പം നമുക്ക് ബ്രെത്ത് കണ്ടുപിടിക്കണമെങ്കിൽ ആദ്യം ഫുൾ റെക്ടാങ്കിളിന്റെ ഏരിയ കണ്ടുപിടിക്കണമെങ്കിൽ ബ്രെത്ത് വേണം. ബ്രെത്ത് കണ്ടുപിടിക്കണം. ഏരിയ കണ്ടുപിടിക്കേണ്ട ഫോർമുല ലെങ്ത് ഇൻറ്റു ബ്രെത്ത് ആണ്. അതിന് ലെങ്ത് 10 എന്ന് കിട്ടി, ബ്രെത്ത് കിട്ടിയില്ല. അപ്പോൾ 10 ഇൻറ്റു ബ്രെത്ത് ആണ് 48. ബ്രെത്ത് കണ്ടുപിടിക്കണമെങ്കിൽ 48/10 ഡിവൈഡ് ചെയ്യണം. അപ്പോൾ നമുക്ക് 4.8 കിട്ടും. ഓക്കെ, ഇനിയും മനസ്സിലാകാത്തവർക്കുണ്ടെങ്കിൽ പറയാം, ഒന്നുകൂടി ഞാൻ പറഞ്ഞുതരാം, വേണമെങ്കിൽ പറയാം, ആവശ്യമില്ലാന്ന് തോന്നുന്നു. ഒന്നുമില്ല, നമ്മളോട് ആദ്യം ചോദിച്ചിരിക്കുന്നത് ഈ ഒരു റെക്റ്റാങ്കിൾ തന്നു, നിങ്ങൾക്ക് ഇങ്ങനെ തന്നിരിക്കുന്നത്. ആ റെക്റ്റാങ്കിൾ തന്നിട്ട് ആ റെക്റ്റാങ്കിളിൽ 2 കോണുകൾ തുല്യമാണെന്ന് ആദ്യം പറഞ്ഞു. ഇവിടെ നിങ്ങൾക്ക് 6 തന്നു, ഇവിടെ 8 തന്നു. നിങ്ങൾ ആദ്യം കണ്ടെത്തേണ്ടത് എന്താണ്? ഈ റെക്റ്റാങ്കിളിൽ ഇത് റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആക്കി ആണെന്ന് നിങ്ങൾക്കറിയാം. അങ്ങനെയാകുമ്പോൾ 6ഉം 8ഉം കിട്ടിക്കഴിഞ്ഞ് 6ഉം 8ഉം 8ന്റെ സ്ക്വയർ 8 8 64, 6ന്റെ സ്ക്വയർ 36. അത് തമ്മിൽ കൂട്ടിയാൽ 100 കിട്ടും. അതിന്റെ സ്ക്വയർ റൂട്ടായിട്ടും ഇതിന്റെ ഹൈപ്പോട്ടന്യൂസ്. കാരണം ഇത് ചരിച്ച് പിടിച്ചായിട്ട് നിങ്ങൾ മനസ്സിലാക്കണം. അങ്ങനെയാകുമ്പോൾ നമുക്ക് ഈ ഒരു ലെങ്ത് കിട്ടി. ഈ ലെങ്ത് ഈ ഒരു റെക്റ്റാങ്കിളിന്റെ നീളമാണ്, ലെങ്താണ്. അപ്പൊ നീളം കിട്ടിക്കഴിഞ്ഞു. നിങ്ങൾക്കറിയാം നീളവും വീതിയും തമ്മിൽ ഗുണിച്ചിട്ടാണ് ഏരിയ കിട്ടുക. നീളം 10 എഴുതി വെച്ചു, പക്ഷെ നമുക്ക് വീതിയാണ് കണ്ടുപിടിക്കേണ്ടത്. അതിനാണ് നമ്മൾ അടുത്തതിലേക്ക് പോയി 48 എങ്ങനെ കിട്ടിയത്. അപ്പൊ നമ്മൾ വീണ്ടും ഇത് ഹാഫ് BH എടുത്തിട്ട് ഇതിന്റെ ഏരിയ കാണുന്നു. 6നെ 8 കൊണ്ട് ഗുണിക്കുന്നു. 6 8 48. അതിന്റെ പകുതിയായ 24 ആയിരിക്കും ഈ ഒരു ട്രയാങ്കിൾ ഉണ്ടാവുക. അപ്പോഴാണ് ഞാൻ ഇവിടെ എയും ബി എഴുതിയിട്ട് ഇത് രണ്ടും കൂട്ടിയാൽ 24 കിട്ടും എന്ന് നിങ്ങൾക്ക് തെളിയിച്ചു തന്നത്. അത് തെളിയിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ നേരെ ഒരു ലൈൻ കൊണ്ട് വരച്ചു. അങ്ങനെ വരയ്ക്കുമ്പോൾ ഇത് രണ്ടും തുല്യം, ഇത് രണ്ടും തുല്യം. അങ്ങനെയാണെങ്കിൽ എയും ബിയും കൂട്ടിയാൽ കിട്ടുന്നതായിരിക്കും ഇത് ഉണ്ടാവുക. കാരണം 1 2 3 4 എല്ലാം 4 തുല്യ പാർട്സ് ആണ്. അപ്പൊ നമുക്ക് മൊത്തം ഏരിയ 48 അങ്ങനെയാണ് കിട്ടുന്നത്. ആ 48 കണ്ടുപിടിച്ചതിന് ശേഷമാണ് ബി എന്ന ബ്രെഡ്ത്ത് നമ്മൾ കാണുന്നത്. അത് 48/10 ആണ്, 4.8 ആണ്. ഇനിയും മനസ്സിലാകാത്തവർ വീഡിയോ വീണ്ടും കാണുക, അപ്പം മനസ്സിലായിക്കോളൂ. വരുന്നു അടുത്ത ചോദ്യം. ഓക്കെ ആണ് എല്ലാവരും? ഇനി വരുന്ന തീർത്ത ചോദ്യങ്ങളും നമ്മുടെ USSനെ ബേസ് ചെയ്യുന്ന ചോദ്യങ്ങളാണ്. അപ്പോ ആരോ മൈക്ക് ഓൺ ചെയ്തിട്ടുണ്ട്. ധ്യാന, ഇപ്പൊ കേൾക്കാമോ? ഞാൻ മൈക്ക് ഓൺ ചെയ്തുകൊണ്ട് കംപ്ലീറ്റ് മ്യൂട്ട് ചെയ്തു. ചില കുട്ടികൾ മൈക്കാട് അറിയാതെ ഓൺ ചെയ്യുന്നു. 2 ഫോൺ ഉപയോഗിക്കുന്നവര് 2 ഫോണും ഓൺ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ എക്കോ വരികയും ചെയ്യും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഇവിടെ ഒരു ചോദ്യമുണ്ട്, ശ്രദ്ധിക്കുക. കഴിഞ്ഞ മോഡൽ ക്വസ്റ്റ്യനിൽ വന്ന സംഭവമാണ്. ആ ചോദ്യം ഒന്ന് ശ്രദ്ധിക്കുക. ഇനി നിങ്ങളെ ഗ്രൂപ്പിലുള്ള കുട്ടികളുടെ ഒരു വാക്ക് നമ്മുടെ ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. നമ്മുടെ USSുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ വാർത്തകളും ക്വസ്റ്റ്യൻസും മാത്രം ഷെയർ ചെയ്യാൻ ശ്രമിക്കുക. മറ്റൊരു കാര്യം, നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് എവിടെ നിന്നൊക്കെ കിട്ടുമോ അതൊക്കെ 1 2 ക്വസ്റ്റ്യൻസൊക്കെ എല്ലാവരും ഷെയർ ചെയ്യുക. ഞങ്ങളൊക്കെ അത് നോക്കുന്നുണ്ട്. മറ്റുള്ള കുട്ടികൾ അത് വീട്ടിൽ നിന്ന് ചെയ്ത് പഠിക്കുകയും ചെയ്യാം. ഒരു ചോദ്യം ഇതാണ്, ഇത് പതിവായിട്ട് ചോദിക്കുന്നതാണ്. ഇഫ് ദ ലെങ്ത് ഓഫ് എ റെക്ടാങ്കിൾ ഈസ് ടു ബി increased by 50%. മലയാളം ഞാൻ പറയാം. And the area remains unchanged by what percentage? ചോദ്യം കണ്ടിട്ട് നിങ്ങൾ ബേജാറാണ്ടേ, ഈസിയാണ്. Should the
width or breadth be reduced. ചോദ്യത്തിന്റെ മലയാളം വേണമെങ്കിൽ ടൈപ്പ് ചെയ്യാം. മലയാളം വേണം? മലയാളം വേണം. ശരി, മലയാളം ഞാൻ റെഡിങ് കൊണ്ട് എഴുതാം. നിങ്ങൾ ഈ ചോദ്യം ഒന്ന് എഴുതി വെച്ചോളൂ. നിങ്ങൾക്ക് ഇത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചോദ്യം നോട്ട് ചെയ്ത് വെക്കണം. കാരണം ഞാനിപ്പോൾ വായിക്കാൻ പോവുകയാണ്. ഒരു ചതുരത്തിന്റെ നീളം 50% കൂട്ടി. ഇങ്ങനെയൊക്കെ വരുന്ന സമയത്ത് ചെറിയൊരു ബേജാറ് വരും. ഈസിയാണ് ചോദ്യം എന്ന് മനസ്സിലാക്കുക. നീളം 50% കൂട്ടി പരപ്പളവിൽ മാറ്റം വരാതെ ഇരിക്കണമെങ്കിൽ വീതി എത്ര ശതമാനം കുറയ്ക്കണം? ഇതാണ് ചോദ്യം. ഞാൻ ആ ചോദ്യം ഒന്ന് വായിച്ചോളെ. If the length of the rectangle is to be increased by 50% and the area remains unchanged, by what percentage should the breadth be reduced? ഒരു ചതുരത്തിൽ നീളം 50% കൂട്ടി പരപ്പളവിൽ ആരാണ് നമ്മൾ പറഞ്ഞോളൂ. യെസ്, വായിച്ചോളൂ. ധ്യാന റെഡിയാണ്, വായിച്ചോളൂ. പരപ്പളവിൽ മാറ്റം വരാതെ, പരപ്പളവിൽ ഒരു ചതുരത്തിന്റെ നീളം 50% കൂട്ടി പരപ്പളവിൽ മാറ്റം വരാതെ ഇരിക്കണമെങ്കിൽ വീതി എത്ര ശതമാനം കുറയ്ക്കണം എന്നാണ് ചോദ്യം. ശരി, ആ ചോദ്യം നോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് മയക്കാം. ചോദ്യം നോട്ട് ചെയ്തിട്ടുണ്ടോ? യെസ്. അപ്പൊ ഞാൻ മയക്കാൻ പോവുകയാണ്. എല്ലാവരും ചോദ്യം നോട്ട് ചെയ്തിട്ടുണ്ടാന്ന് കരുതുന്നു. ചോദ്യം അവിടെ നോട്ട് ചെയ്ത് വെച്ചോളൂ. ഞാനിത് മയക്കാൻ പോവുകയാണ്. കാരണം നമുക്ക് ആ ചതുരം ഒന്ന് വരയ്ക്കണം. നിങ്ങളുടെ ചോദ്യം ഇതാണ്. ഈ ചോദ്യമൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ഒരു പിക്ചർ അവിടെ വരച്ചേക്ക്. ക്വസ്റ്റ്യൻ പേപ്പറിൽ റഫ് പേജിൽ ഇഷ്ടമായ സ്ഥലമുണ്ട്. നിങ്ങളോട് നീളവും തന്നിക്കില്ല, വീതിയും തന്നിട്ടില്ല, ലെങ്തൊന്നും തന്നിക്കില്ല. എന്താ തന്നിരിക്കുന്നത്? ഒരു ചതുരത്തിന്റെ നീളം 50% കൂട്ടി എന്നൊക്കെയാണ് പറയുന്നത്. എന്തെങ്കിലും ആട്ടെ, നമുക്ക് തൽക്കാലം ആദ്യത്തെ നീളം 100 എടുക്കാം. ഇതിന്റെ വീതി നമുക്ക് 50 എടുക്കാം. 100നെ 50 കൊണ്ട് ഗുണിച്ചാൽ എത്രയാണ്? ധ്യാനയാണ് പറയേണ്ടത്. 100 × 50 എത്രയാണ്? 5000. അപ്പൊ ഇപ്പോൾ ഇതിന്റെ ഏരിയ 5000 ആണ്. അതാണ് കിടക്കട്ടെ. അതിൻ്റെ ഇടയ്ക്ക് നിങ്ങൾക്ക് ചില അത്ഭുതങ്ങൾ കാണിക്കാൻ പോവുകയാണ്. ശ്രദ്ധിച്ചോളൂ. ഇത് നിങ്ങളവിടെ കിടന്നോട്ടെ. ഇങ്ങോട്ട് വരും. 540ന്റെ 33.1/3% എത്രയാ എന്ന് ചോദിച്ചാൽ നിങ്ങൾ ഉടനെ തന്നെ 540ന്റെ 1/3 കണ്ടാൽ മതി. കാരണം ഈ 33.1/3% എന്ന് പറഞ്ഞാൽ 1/3 ഭാഗം തന്നെയാണ് തിരിച്ചറിയുക. അപ്പോൾ 540ന്റെ 1/3 ഭാഗം എന്ന് പറഞ്ഞാൽ 180 ആണ്. അപ്പൊ നിങ്ങളോട് 540ന്റെ 33.1/3% എത്രയാണെന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയേണ്ടത് 180 എന്ന് പറയണം. കാരണം 33ന് 1/3% എന്ന് പറഞ്ഞാൽ അത് 1/3 തന്നെയാണ്. അതിപ്പോ തെളിയിക്കാൻ പോവുകയാണ്. 540 ഗുണിക്കണം 33 1/3 എന്ന് പറഞ്ഞാൽ 33 × 3 99 + 1 100/3 ആണ്. പിന്നെ അവിടെ നിങ്ങൾക്കൊരു ശതമാനവും കൂടി വരുമ്പോൾ വീണ്ടും /100 എന്ന് വരും. ധ്യാനക്ക് ഇത് മനസ്സിലാവുന്നുണ്ടോ? പെട്ടെന്ന് മനസ്സിലാക്കാൻ പ്രയാസമുള്ള സാധനമാണ്. എന്നാൽ ശ്രദ്ധിക്കുക. നോയിക്കോളും ഇങ്ങോട്ട് എല്ലാവരും. ഞാൻ ഈ ധ്യാന എന്ന് വിളിക്കുന്നത് എല്ലാവർക്കും കൂടി വേണ്ടിയിട്ടാണ്. എല്ലാ കുട്ടികളും മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. ശ്രദ്ധിക്കുക. നിങ്ങളോട് ഈ ചോദ്യമല്ലേ ഇതവിടെ നിൽക്കുന്നതിന് ഒരു കാര്യം ഞാൻ 33.1/3 വെച്ചിട്ട് എപ്പോഴും ചോദ്യം വരാറുണ്ട്. 66 2/3 അതുപോലെ 33.1/3 വെച്ച് എപ്പോഴും ചോദ്യം വരുന്നതുകൊണ്ടാണ് ഈ പറയുന്നത്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇത് ക്ലിയർ ചെയ്ത് തരുന്നത്. 540ന്റെ
33 എത്ര എന്ന് ചോദിച്ചാൽ ഞാൻ പറയുന്നു 180 കാരണം നിങ്ങൾ 540 നിങ്ങൾ എന്ത് ചെയ്താൽ മതി? 540 ഇതിന് പകരം 1/3 കൊണ്ട് ഗുണിച്ചാൽ മതി. 540 1/3 കൊണ്ട് ഗുണിക്കുക എന്ന് പറഞ്ഞാൽ 540 3 കൊണ്ട് ഹരിക്കുക, ഡിവൈഡ് ചെയ്യുക എന്നാണ് അർത്ഥം. അതിന് ഉത്തരമാണ് 180. 180 3 കൊണ്ട് ഗുണിച്ചാൽ ഇത് കിട്ടും. ഇനി എങ്ങനെയാണ് ഇത് ഇങ്ങനെ 540 എന്ന 33/3% എന്നത് ഇങ്ങനെയായിട്ട് മാറുന്നത് എന്ന് നമുക്ക് നോക്കാം. ഇവിടെ 540 ഇൻറ്റു 33 1/3 എന്ന് പറഞ്ഞാൽ 33 3 കൊണ്ട് ഗുണിച്ചു 1 കൂട്ടി, അത് 100 100/3 എന്നാണ് ഇതിന്റെ അർത്ഥം. ഇവിടെ ഒരു ശതമാനവും കൂടി വന്നു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം വീണ്ടും ബൈ 100 എന്നാണ്. അതുവരെ മനസ്സിലായോ? യെസ്. എന്നിട്ട് നിങ്ങൾ ഈ 100 100-ൽ ഒരു പ്രാവശ്യം, 100 100-ൽ ഒരു പ്രാവശ്യം, അപ്പൊ നിങ്ങൾക്ക് ലഭിക്കുന്നതാവട്ടെ 540 ഇൻറ്റു 1/3 തന്നെയാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് 540 33 1/3% എന്ന് പറഞ്ഞാൽ അത് 1/3 കൊണ്ട് ഗുണിച്ചാൽ മതി എന്ന്. അത് 3-ൽ ഒരു ഭാഗം തന്നെയാണ്. ഇനി അടുത്ത എന്റെ ക്ലിയർ വരുത്തുന്ന വേറെ ചോദ്യം, 540 133 1/3% എത്ര എന്ന് ചോദിച്ചാൽ അത് 720 അത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ 540 100% നിങ്ങൾക്കറിയാം. അത് ഒരു സംഖ്യയുടെ 100% എന്ന് പറഞ്ഞാൽ 100 തന്നെ, അത് തന്നെയാണ് 100-ന്റെ 100%. അവർ 540-ന്റെ 100% 540 തന്നെ, അതാണ് എഴുതുക. പിന്നീട് നിങ്ങൾ 540-ന്റെ 33 1/3% കാണുന്നതിന് പകരം ഞാൻ നിങ്ങളോട് പറഞ്ഞു 1/3 കണ്ടാൽ മതിയെന്ന്. അത് നിങ്ങൾക്ക് 180 കിട്ടും. അങ്ങനെ 540 180 കൂട്ടിയാൽ 720. ഇത് നിങ്ങൾ മനസ്സിലാക്കി വെക്കണം. എന്തിനാ ഇതിവിടെ പറഞ്ഞെന്ന് പറഞ്ഞാൽ ഈ തന്നിരിക്കുന്ന ചോദ്യത്തിന്റെ ഉത്തരമായിട്ട് വരുന്നത് ഇതാണ്. ഈ 33 1/3 ആയിട്ട് കണക്ട് ചെയ്തുകൊണ്ട്, അല്ലെ 33-ന്റെ ഇരട്ടിയായ 66 ആയിട്ട് കണക്ട് ചെയ്തുകൊണ്ട് പല ഘട്ടങ്ങളിലും ചോദ്യം വരാറുണ്ട്. അതുകൊണ്ടാണ് ഇത് ഞാൻ എടുത്തിടാൻ കാരണം. ഇനി നമുക്ക് ഇതിലേക്ക് വരാം. ഇത് നിങ്ങൾ മനസ്സിലാക്കിയ സ്ഥിതിക്ക് ഇതിലേക്ക് വരാം. ഇനി ഇത് വായിച്ച സ്ഥിതിക്ക് വീണ്ടും വീഡിയോ വെച്ച് കാണാം. അതെന്തെങ്കിലും ഇവിടെ വയ്ക്കും. നിങ്ങളോട് പറഞ്ഞിരിക്കുന്നത് ഒരു ചതുരത്തിന്റെ നീളം വീതി, നിങ്ങൾക്ക് വീതി 50 ആയിട്ട് എടുക്കാം. നീളവും വീതി നിങ്ങൾ 100-ഉം 50 ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ അതിന്റെ ഏരിയ നിങ്ങൾക്ക് 5000 കിട്ടി. അതവിടെ നിൽക്കട്ടെ. പിന്നീട് നിങ്ങളോട് പറയുന്നത് ഈ ചതുരത്തിന്റെ നീളം 50% കൂട്ടി എന്ന് പറഞ്ഞാൽ ഇത് 150 ആയി എന്നർത്ഥം. 100 150-ലേക്ക് പോയി. അപ്പൊ ചോദ്യം എന്താണ്? നീളം 50% കൂട്ടിയെങ്കിൽ വീതി നിങ്ങൾക്ക് തന്നിട്ടില്ല. വീതി എത്ര ആയെങ്കിൽ മാത്രമേ ഈ 5000 തന്നെ ഇത് നിൽക്കും എന്നാണ് ചോദ്യം. വീതി എത്ര കുറച്ചെങ്കിൽ മാത്രമേ, വീതി എത്ര ശതമാനം കുറച്ചെങ്കിൽ മാത്രമേ ഇത് 5000 തന്നെ കിടക്കുമെന്നാണ് നിങ്ങളോട് ചോദ്യം. അത് നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണ്? നിങ്ങൾക്കറിയാമല്ലോ ഇത് 150-ലേക്ക് മാറി വരും. അപ്പൊ 150-നെ ഇവിടെയുള്ള ഈ വീതിയായ എത്ര ശതമാനം അത് നമുക്കറിയില്ല. ഇത് ചെയ്തെങ്കിൽ ഈ വീണ്ടും ഇതേ 150-നെ ഇതുകൊണ്ട് തന്നെ ഗുണിച്ചെങ്കിൽ നിങ്ങൾ 5000 തന്നെ നിൽക്കണം എന്നാണ് പറയുന്നത്. കാരണം നിങ്ങൾക്ക് ഏരിയക്ക് മാറ്റം വരരുത്. അത് പറഞ്ഞില്ലേ? പരപ്പളവിൽ നിങ്ങൾക്ക് മാറ്റം വരാതെ എന്നാണ് ചോദിച്ചെങ്കിൽ 150-5000. ഇനി 5000-നെ 150 കൊണ്ട് നിങ്ങൾ ഡിവൈഡ് ചെയ്ത് നോക്കൂ. 5000/150 നിങ്ങൾ കിട്ടുന്നത് 500/15 ആണ്. ഈ 500/15 എന്ന് പറഞ്ഞാൽ 500-ൽ എത്ര 5 ഉണ്ട്? ഉണ്ടെന്നില്ലേ? ഉണ്ടെന്നില്ലല്ലോ. ധ്യാന 500-ൽ എത്ര 5 ഉണ്ട് എന്റെ ചോദ്യം. 500-ൽ 15 ആള്. നിങ്ങൾ എന്തല്ല ഉറങ്ങാന്നോ? 500-ൽ എത്ര 5 ഉണ്ട്? 100. 15-ൽ എത്ര 5 ഉണ്ട്?
3. ഇനി എന്താണ് ഈ 100/3 എന്ന് പറഞ്ഞാൽ? 100/3 എന്ന് പറഞ്ഞാൽ എത്രയാണ്? നിങ്ങൾ പറ. 100നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എത്രയാണ്? ഉണ്ടെന്നില്ല ആരും. മൈക്ക് ഓൺ ചെയ്യാം. മൈക്ക് ഓൺ ചെയ്യുന്നുണ്ട്. കോഹോസ്റ്റ് ആയ കുട്ടികൾക്ക് അറിയില്ല. 100നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എത്രയാണ്? 33/1/3. അപ്പോൾ നമ്മുടെ ഉത്തരം 33/1/3 ആണ്. ഇനി ഇതിലെ ഓപ്ഷൻ എഴുതി വെച്ചോളൂ. മൈക്ക് അവിടെ ആവശ്യത്തിന് മാത്രം ഓൺ ചെയ്യുക. ഇതിലെ ഓപ്ഷൻ 50%, 33/1/3%, 25%, 50/3% എന്നൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. ഈ മൈക്ക് ഓൺ ആണ്. ഈ പറഞ്ഞ കാര്യം ക്ലിയർ ആയ ഏതെങ്കിലും കുട്ടികളുണ്ടോ? ആരാണ്? പേര് പറ. ഉണ്ടെന്നില്ലേ? ഈ കാര്യം ക്ലിയർ ആയ കുട്ടികൾ ആരെങ്കിലും ഇതിലുണ്ടോ? പേര് പറയൂ, പേര് പറയൂ, പേര് കൃത്യമായിട്ട് പറയൂ. മനസ്സിലായ കുട്ടികൾ. ധ്യാന മനസ്സിലായോ? ഇല്ല. അതൊക്കെ തുറന്നു പറയണ്ടേ? ദേവനന്ദ ഇത് തിരിഞ്ഞോ? ഇല്ല. എന്നാ പറയണ്ടേ നിങ്ങള്? നിങ്ങൾക്ക് തിരിഞ്ഞിട്ടില്ല പറയും. ശരി. ദേവനന്ദ, നമ്മുടെ ഓപ്ഷൻസ് ഇത് കണ്ടല്ലോ. നമ്മളോടുള്ള ചോദ്യം ഇതാണ്. ഒരു റെക്ടാങ്കിൾ അല്ലെങ്കിൽ ഒരു ചതുരം, അതിന്റെ നീളം 50% കൂട്ടി ആ റെക്ടാങ്കിളിന്റെ ഏരിയക്ക് മാറ്റം വരാതിരിക്കണമെങ്കിൽ വീതി എത്ര ശതമാനം കുറയ്ക്കണമെന്നാണ്. അതാണ് ഇവിടെ ഓപ്ഷനിൽ കൊടുത്തിരിക്കുന്നത്. ഞാൻ നിങ്ങളോട് പറയുന്നു, നീളം നിങ്ങൾ 100 എടുത്തു, വീതി 50 എടുത്തു എന്ന് വിചാരിക്കുക. 100 × 50 നിങ്ങൾക്കറിയാം 5000 ആണെന്ന്. ഇത് 5000 തന്നെയാണ് കിടക്കണമെങ്കിൽ ഇത് നിങ്ങളോട് പിന്നെ പറയുന്നു ഇത് 50% കൂട്ടണമെന്ന്. അപ്പൊ 50% കൂട്ടുമ്പോൾ 150 ആകും. എന്ത്? നീളം. നീളം 150 കൂട്ടിയാൽ നമുക്ക് ഇത് 5000 തന്നെ ഇവിടെ കിടക്കണമെങ്കിൽ, 5000 തന്നെ ഇവിടെ ഇരിക്കണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? ഈ 5000ത്തിലേക്ക് ഇതിന്റെ ഏരിയ വരണമെങ്കിൽ ഈ വീതി എത്ര ശതമാനം കുറയ്ക്കണമെന്നാണ് നിങ്ങളോടുള്ള ചോദ്യം. അതിനെ ഞാൻ പറയുന്നത് 5000ത്തിനെ നിങ്ങൾ 150 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. കാരണം രണ്ട് സംഖ്യകൾ തമ്മിൽ ഗുണിച്ചിട്ട് ഇത് കിട്ടുമെങ്കിൽ ഇതിനെ ഇത് കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 5000 ഡിവൈഡഡ് ബൈ 150. 150 5000ത്തിലെ ഒരു 0വും 150ലെ ഒരു 0വും പോയി കഴിഞ്ഞാൽ 500/15 കിട്ടും. നിങ്ങൾക്ക് ഇത് രണ്ടിനെയും ഒരേ സംഖ്യ കൊണ്ട് ഹരിക്കാൻ പറ്റുന്ന ഒരു സാധനം ഇപ്പൊ 5 മാത്രമേ ഇവിടെ കാണുന്നുള്ളൂ. ഞാൻ 5 15ല് 3 പ്രാവശ്യം, 100ല് 5 100 പ്രാവശ്യം, 100/3. ഈ 100/3 എന്ന് പറഞ്ഞാൽ നിങ്ങൾ ചെയ്തു നോക്കിയാൽ അറിയാം 33/1/3 ആണ്. അപ്പൊ 33/1/3%. ഇനി നിങ്ങൾ ഇവിടെ തന്നെ ഇത് 33/1/3 അടിച്ച് ചെയ്തു നോക്കൂ. കാരണം നിങ്ങൾ 33/1/3 ചെയ്ത് വെച്ചാൽ അതേ രീതിയിൽ തന്നെ നിങ്ങൾ കിടക്കുകയും ചെയ്യും. ഇപ്പൊ ക്ലിയർ ആയോ? യെസ്. ഇനി വേറെ ഏതെങ്കിലും കുട്ടികൾക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ ചോദിക്കാം. ഇനി വേറെ ഏതെങ്കിലും കുട്ടികൾ വേറെ ഏതെങ്കിലും രീതിയിൽ ഇത് വിവരിക്കുമെങ്കിൽ പറയാം. 2-3 വേർഷനിലൂടെ ഇത് പറയാം. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. ഇത് മനസ്സിലായിട്ടില്ലെങ്കിൽ വേറൊരു വേർഷൻ ഉണ്ട്. അതാർക്കെങ്കിലും അത് വിവരിക്കാൻ പറ്റുമെങ്കിൽ പറയാം. മുന്നോട്ട് വരാം. പേര് പറഞ്ഞാൽ മതി. ആരെങ്കിലും ഉണ്ടോ? യെസ് ഓർ നോ? ആരുമില്ല. ഹലോ. ഇനി ക്ലിയർ ആവാത്തവരുണ്ടോ? ആരായി നോ? വെറുതെ ഉറക്കത്ത് പറയുന്ന നോ പോലെ ഉറക്കത്തറ്റ് നോ എന്ന് പറയാം. ഓക്കെ, ശരി. ധ്യാനം ഓക്കെ അല്ലേ? യെസ് യെസ്. ചില കുട്ടികൾ ഇപ്പോൾ ഉറങ്ങുന്നുണ്ടാവും ചിലപ്പോൾ, അതുകൊണ്ടാണ് അങ്ങനെ വരുന്നത്. ശരി, അടുത്ത ചിത്രത്തിലേക്ക് പോകാം. വേഗം നോക്കാം എല്ലാവർക്കും.
രണ്ട് പാരലൽ ലൈൻ വരച്ചു. ഞാൻ പേരൊന്നും കൊടുക്കുന്നില്ല, വേഗം പോകേണ്ടതുണ്ട്. അതിനിങ്ങനെ വരച്ചു. ഇതുപോലെ ചോദ്യ പേപ്പറിൽ നിങ്ങൾ കണ്ടതായിരിക്കും, ശ്രദ്ധിക്കുക. ഇവിടെ നിങ്ങളോടുള്ള ചോദ്യം, നിങ്ങൾക്ക് ഈ ഒരു ആംഗിൾ തന്നിട്ടുണ്ട് 120, 120. ഈ ഒരു ആംഗിൾ നിങ്ങൾക്ക് 40 തന്നിട്ടുണ്ട്. ചോദ്യം ഇതാണ്, ഈ ആംഗിൾ എത്രയായിരിക്കും? ടൈപ്പ് ചെയ്തോളൂ. ആരാ 140? നിങ്ങൾ പറയുമ്പോൾ കുട്ടിയുടെ പേര് കൂടി പറയണം. ഉറക്കത്താ പറയുന്നത് തോന്നുന്നു, ഒന്ന് സ്ട്രോങ് ആയിട്ട് പറ. ഏത് ഉത്തരാണ്ടെങ്കിലും നല്ല സ്ട്രോങ് പറ. 160. ശരി, നോക്കാം എങ്ങനെയാണ് ഇത് ചാടിയിട്ട് 160ലേക്ക് വരുന്നത് നോക്കാം. ശരി, മൈക്ക് മ്യൂട്ട് ചെയ്തിട്ടുണ്ട്. ധ്യാന, ഇത് കിട്ടിയോ? ഉത്തരം കിട്ടിയോ? 160 ഡിഗ്രിയാണ്. 120ന്റെ ഭാഗം തന്നെയാണ് ഇത് വരുന്നത്. ഈ രണ്ട് കോണുകൾക്ക് നമ്മൾ പേര് പറയാറുണ്ട്. എന്താണ്? കറസ്പോണ്ടിങ് ആംഗിൾ, സമാന കോണുകൾ. ഇത് 120 ആണെങ്കിൽ ഇത് ഓട്ടോമാറ്റിക്കായിട്ട് ഇത് 120 ആയിരിക്കും. ശരി, ഈ 120ന്റെ ഓപ്പോസിറ്റ് വരുന്ന ആളും 120 ആയിരിക്കും. ഓപ്പോസിറ്റ് ആംഗിൾസ് ആർ ഈക്വൽ. 120ഉം 40ഉം തമ്മിൽ കൂട്ടിയാൽ 160 ആണെന്ന് നിനക്കറിയാം. അത് ഇനി അവിടെ കിട്ടുക, അത് വേറെ കാര്യം. പക്ഷെ അതേ സമയത്ത് 160ന്റെ എത്ര കൂട്ടിയാണ് വളരെ 150 കിട്ടുക. 120ഉം 40ഉം കൂടി കൂട്ടിയാൽ 120 + 40 = 160. ഇനി 180ലേക്ക് പോകണമെങ്കിൽ ഈ ഒരു ആംഗിൾ എത്രയായിരിക്കണം? 20 ആണ്. ഇനി ഇത് ലീനിയർ പെയറായിട്ട് എടുത്താൽ ഇതും കൂടി കൂട്ടിയാൽ 150 വരാവും. അതുകൊണ്ട് 160 + 20 150. അതുകൊണ്ട് നമ്മുടെ ആൻസർ 160. ഇപ്പൊ മനസ്സിലായോ? ദേവനന്ദ, ക്ലിയർ ആയോ പറഞ്ഞത്? ക്ലിയർ ആയിട്ട്. അപ്പൊ ഇത്തരം ചോദ്യങ്ങൾ പരിചയപ്പെടുക, നന്നായിട്ട് ശ്രമിക്കുക. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. അടുത്ത ചോദ്യം ഞാൻ നേരത്തെ പറഞ്ഞു, നിങ്ങൾക്ക് ഒരു ചോദ്യത്തിന് ആൻസർ കിട്ടണമെങ്കിൽ 1 മാർക്കിൻ്റെ ചോദ്യം പ്രൈം നമ്പർ എന്നുണ്ടാവും, പിന്നെ സ്ക്വയർ നമ്പർ എന്ന് ചോദ്യം ഉണ്ടാവും. ഇങ്ങനെ പല രീതിയിൽ ചോദ്യം പെർഫെക്റ്റ് സ്ക്വയർ കണ്ടുപിടിക്കുന്നുണ്ടാവും. ഒരു വർഷം ചോദിച്ച പെർഫെക്റ്റ് സ്ക്വയറിൻ്റെ ചോദ്യം ഇതാണ്, ശ്രദ്ധിക്കുക. ഇതാണ് 7921 9271 7291 2971. ഇതിലേതാണ് പെർഫെക്റ്റ് സ്ക്വയർ? ഇതിലേതാണ് പൂർണ്ണവർഗ സംഖ്യ? അതാണ് ചോദ്യം. 7921 ആണ്. കാരണം 1ൽ അവസാനിക്കുന്ന ഏതൊരു സ്ക്വയർ നമ്പറിൻ്റെയും 10ാം സ്ഥാനത്തെ അക്കം ഇരട്ടിയാവണം, ഈവൺ ആവണം. നിങ്ങൾക്കറിയാം 11ന്റെ സ്ക്വയർ 121. കണ്ട, ഇവിടെ 2 വന്നു. 21ന്റെ സ്ക്വയർ 441 വന്നു. ഇനി 9ന്റെ കാര്യം എടുത്തുക. 9ന്റെ സ്ക്വയർ 81. കണ്ട, 1 കഴിഞ്ഞാൽ പിന്നെ തൊട്ടിപ്പുറം വരുന്ന ആൾ ഇരട്ടയാണ്, ഈവൺ നമ്പർ വരണം. അപ്പൊ ഇവിടെ ഈവൺ നമ്പർ 10ാം സ്ഥാനത്ത് വരുന്നത് ഇയാൾ മാത്രമേ ഉള്ളൂ. അപ്പൊ ഇതാണ് ശരി. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ഇങ്ങനെ ചെറിയ ചെറിയ ചോദ്യങ്ങൾ കൂടി ഇടയ്ക്ക് പരിചയപ്പെടുന്നത് നല്ലതാണ്. The product of 3 prime number is 105. 3 പ്രൈം നമ്പറിന്റെ ഗുണനഫലം 105 ആണ്. The product of 3 prime number is 105. ചോദ്യം ഇതാണ്, which is the largest? അതിൽ വലുത് ഏതായിരിക്കും?
ടൈപ്പ് ചെയ്തോളൂ. ദ പ്രൊഡക്റ്റ് ഓഫ് 3 പ്രൈം നമ്പർ ഈസ് 105. 3 അഭാജ്യ സംഖ്യകളുടെ ഗുണനഫലം 105. വലുതേത്? പെട്ടെന്ന് ടൈപ്പ് ചെയ്യും. അതാണ് പ്രൈം നമ്പർ പഠിക്കാത്തതിന്റെ ഒരു പ്രശ്നമാണ്. അത് പഠിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു മാർക്ക് കിട്ടില്ല. ശരി, നോക്കാം നമുക്ക്. 105 എന്നിവിടെ കണ്ടു കഴിഞ്ഞാൽ ഒരാൾ എന്തായാലും 5 ആയിരിക്കും, അതിൽ സംശയമില്ല. നിങ്ങൾ ശ്രദ്ധിച്ചോളി, ഇങ്ങനെ ഗുണനഫലം തന്നിട്ട് 0-ൽ അവസാനിക്കുന്നതോ 0-ലാണ് അവസാനിക്കുന്നതെങ്കിൽ 2ഉം 5ഉം അതിൽ പ്രൈം നമ്പർ ആയിട്ട് വരണം. 5-ലാണ് അവസാനിക്കുന്നതെങ്കിൽ 5 എന്തായാലും ഉണ്ടാവും. 5 അവിടെ 1 കിട്ടി, പിന്നെ ബാക്കിയുള്ള നമുക്കറിയില്ല, ഇത് രണ്ടും നമുക്കറിയില്ല. അത് ഗുണിച്ചിട്ടാണ് നമുക്ക് 105 കിട്ടിയതെങ്കിൽ 2 പ്രൈം നമ്പർ തമ്മിൽ ഗുണിച്ചിട്ട് 105ന്റെ 5 കൊണ്ട് ഹരിച്ചാൽ കിട്ടുന്ന 21 നിങ്ങൾക്ക് 2 പ്രൈം നമ്പർ തമ്മിൽ ഗുണിച്ചിട്ട് കിട്ടുന്നതെങ്കിൽ ആ 2 പ്രൈം നമ്പറിൽ ഒരാൾ 3ഉം മറ്റാൾ 7ഉം ആയിരിക്കും. ധ്യാന, 2 പ്രൈം നമ്പർ തമ്മിൽ ഗുണിച്ചിട്ട് 21 കിട്ടുന്നുണ്ടെങ്കിൽ ആ 2 പ്രൈം നമ്പർ ഏതൊക്കെയായിരിക്കും? 3 × 7 ആയിരിക്കും. അപ്പൊ ഈ 3 × 7 ഏറ്റവും വലുത് ഏതാണ് ധ്യാന? 7. അപ്പൊ നമ്മുടെ ആൻസർ 7 ആണ്. ദേവനന്ദ, ഇത് ക്ലിയർ ആയോ? ഒന്ന് പെട്ടെന്ന് വിവരിച്ചു കൊടുക്കും. നമ്മുടെ ചോദ്യം എന്താണെന്ന് വെച്ചാല് 3 അഭാജ്യ സംഖ്യകളുടെ ഗുണനഫലം 105 ആണ് എങ്കിൽ അതിൽ വലുത് ഏതാണെന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് ലാസ്റ്റുള്ള സംഖ്യ 105-ല് 5 ആണ്, 1ന്റെ സ്ഥാനത്തുള്ള അക്കം. അപ്പോൾ എന്തായാലും ഒരു 3 അഭാജ്യ സംഖ്യകൾ ഗുണിച്ചതില് ഒരു അഭാജ്യ സംഖ്യ എന്തായാലും 5 ആയി. അതിനുശേഷം നമുക്ക് 105-ലെ 5 കൊണ്ട് ഹരിക്കാം. അപ്പൊ നമുക്ക് 21 കിട്ടും. അപ്പൊ ബാക്കിയുള്ള 2 അഭാജ്യ സംഖ്യകളുടെ ഗുണനഫലമായിരിക്കും 21. അപ്പൊ 21 3ഉം 7ഉം ഗുണിച്ചു കഴിഞ്ഞാൽ 21 കിട്ടും. 3-ലും 7-ലും വലുത് 7 ആണ്. അപ്പൊ നമ്മുടെ ഉത്തരം 7 ആണ്. അപ്പൊ ഞാൻ പറഞ്ഞില്ലേ, 25 അഭാജ്യ സംഖ്യകൾ പഠിച്ചിട്ട് കാണാതെ പഠിച്ച കുട്ടികളുടെ മനസ്സിൽ 2ഉം 3ഉം 5 ഒക്കെ തെളിഞ്ഞു വരണം, 7 ഒക്കെ തെളിഞ്ഞു വരണം, ഇല്ലേ കിട്ടില്ല. ഇതാ അടുത്ത വരുന്ന ചോദ്യം. 4 അഭാജ്യ സംഖ്യകൾ തമ്മിൽ ഗുണിച്ചാൽ A × B × C × D തമ്മിൽ ഗുണിച്ചപ്പോൾ 930 കിട്ടി. ഇത് കണ്ടുപിടിക്കുമ്പോൾ ഒരു കുട്ടി മനസ്സിലാക്കണം, 930 930 എന്ന് പറഞ്ഞാൽ 10 കൊണ്ടുള്ള ഗുണനം അവിടെ വന്നിട്ടുണ്ട് എന്ന്. 993-നെ 10 കൊണ്ട് ഗുണിച്ചിട്ടാണല്ലോ 930 കിട്ടുന്നത്. അങ്ങനെയാണെങ്കിൽ 10 ഇവിടെ എവിടെയോ കുടുങ്ങിയിട്ടുണ്ട്. ആ 10 എന്ന് പറയുമ്പോൾ 2 അഭാജ്യ സംഖ്യകൾ നിങ്ങൾ പെറുക്കിയെടുക്കണം മനസ്സിലൂടെ. 2 × 5 ആണത്. അപ്പൊ 2 അഭാജ്യ സംഖ്യകൾ 2 പ്രൈം നമ്പേഴ്സ് കിട്ടിക്കഴിഞ്ഞു. ഇവിടെ 930 ആയതുകൊണ്ട് ബാക്കിയുള്ളത് നമുക്കറിയില്ല, അറിയണ്ട, അടക്കിടക്കട്ടെ. 2 × 5 × C × D ചെയ്തിട്ടാണ് 930 കിട്ടുന്നതെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കണം, സിയും ഡിയും തമ്മിൽ ഗുണിച്ചാൽ നിങ്ങൾക്ക് 93 ആണ് കിട്ടുന്നതെന്ന്. കാരണം 2×5 10, 930-നെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 93. 93-നെ നിങ്ങൾ ഫാക്ടറൈസ് ചെയ്യുമ്പോൾ എന്തായാലും 3 ആണ് നിങ്ങൾ ഉപയോഗിക്കുക. 3 ആണെങ്കിൽ പ്രൈം നമ്പർ ആണ് താനും. 3-നെ പിന്നെ നിങ്ങൾ 31 കൊണ്ട് ഗുണിച്ചാൽ 93 എന്ന് കിട്ടും. 31 എന്ന സംഭവം പ്രൈം നമ്പർ ആണ്. അപ്പോൾ 4 അഭാജ്യ സംഖ്യകളുടെ ഗുണനഫലം 930 ആണെങ്കിൽ അതിൽ വലുതേത് എന്ന് ചോദിച്ചാൽ 31. മനസ്സ് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റുമോ? നിങ്ങൾ ഗിഫ്റ്റഡ് ആണ്. മനസ്സ് കണ്ടുപിടിക്കാൻ നിങ്ങൾക്ക് പറ്റുമോ? നിങ്ങൾ ഗിഫ്റ്റഡ് ആണ്. അതുകൊണ്ടാണ് പറഞ്ഞത് ഗിഫ്റ്റഡ് കുട്ടികളുടെ ലക്ഷണം പ്രൈം നമ്പർ കാണാതെ പഠിച്ചാൽ അറിയാം. അപ്പൊ നിങ്ങളുടെ മനസ്സിൽ ഈ 3 തെളിഞ്ഞു വരണം. ഇതൊക്കെ മനസ്സിൽ തന്നെ കണ്ടുപിടിക്കാം. 930 10ന്റെ ഗുണനം വന്നു, 2ഉം 5ഉം അവിടെ ഉണ്ട്, ശരി. പിന്നെ അടുത്ത 2 എങ്ങനെ കണ്ടെത്തും? അത് ഇങ്ങനെയാണ് കണ്ടെത്തുക. C × D 93, C × D 93. 93 വരുമ്പോൾ 3 അതിലുണ്ടാവും, 31 വലുതാണ്. ധ്യാന, ഇത് മനസ്സിലായോ? മനസ്സിലായി. ഒന്ന് വിവരിച്ചു കൊടുക്കാമോ? ചോദിച്ചിരിക്കുന്നത് 4 സംഖ്യയുടെ ഗുണനഫലം 930 ആണ്. ഈ 930
ഞാൻ അതിനിടക്ക് സമയക്കുറവ് കൊണ്ട് പെട്ടെന്നൊരു ചോദ്യം മേലെ എഴുതാൻ ശ്രമിക്കുകയാണ്. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കുക, സെന്റ് ജോസഫ് ക്ലാസ് ഉണ്ട്, അപ്പൊ അതുകൊണ്ട് പോകേണ്ട തിരക്കുണ്ട്. ഹൗ മെനി 3 digit numbers are there? How many 3 digit numbers are there? ഓ ശരി. Which are the multiple of 112? Which are multiple of 112? 112. മലയാളം ഇതാണ്. 112ന്റെ ഗുണിതങ്ങളായ എത്ര 3 അക്കങ്ങളുണ്ട്? ഓഹോ, 112ന്റെ ഗുണിതങ്ങളായ എത്ര 3 അക്ക സംഖ്യകളുണ്ട്? എത്ര 3 അക്ക സംഖ്യകളുണ്ട്? എത്ര 3 അക്ക സംഖ്യകളുണ്ട്? ഈ ചോദ്യം ഒന്ന് വായിക്കൂടെ? How many 3-digit numbers are there which are multiple of 112? 112ന്റെ ഗുണനഫലമായ എത്ര 3 അക്ക സംഖ്യകൾ? ഗുണിതങ്ങളായ എത്ര 3 അക്ക സംഖ്യകളുണ്ടെന്നാണ് ചോദ്യം. എത്ര ഉണ്ടാവും മോളെ? എത്ര ഉണ്ടാവും? 9 ആകുമ്പോ 112 9 കൊണ്ട് ഗുണിച്ചാൽ എന്താ സംഭവിക്കുക? 112 × 9 എത്രയാ കിട്ടുക? പറയൂ. 1008 കിട്ടുക. 1008. എന്താ അവിടുത്തെ ചോദ്യം? 3 digit നമ്പർ അല്ലേ വെച്ചത്? ഇത് 4 digit നമ്പർ ആയിപ്പോയി. അപ്പ 8. ശരി. 112നെ 8 കൊണ്ട് ഗുണിച്ചാൽ എത്രയാണ് കഥ? പറയൂ, എത്രയാണ്? 896 ആണ്. റെഡിയാണ്. അപ്പോൾ 112നെ 10 എണ്ണം ഉണ്ടെങ്കിൽ 10 കൊണ്ട് ഗുണിച്ചാൽ 1210. അത് വരില്ല. 9 കൊണ്ട് ഗുണിച്ചപ്പോൾ 1008. അത് 9 എണ്ണം വരില്ല, കാരണം ഇത് 4 അക്ക സംഖ്യയാണ്. നമ്മളോട് ചോദിച്ച എത്ര 3 അക്ക സംഖ്യ ഉണ്ടെന്നാണ്. അപ്പൊ 3 അക്ക സംഖ്യയിലെ വലുത് 896 ആണ്, ചെറുത് 112 ആണ്. ധ്യാനക്ക് വല്ലതും തിരിഞ്ഞോ പറഞ്ഞത്? മനസ്സിലാക്കില്ല. അതാണ് സംഭവം. അപ്പോ ക്വസ്റ്റ്യൻ മനസ്സിലാക്കി തരാം. മോളെ ഇതെത്രയാ വായിക്കുക? അതിന് 1 കൊണ്ട് ഗുണിച്ചാൽ എത്രയാ? അപ്പൊ അത് 112 112 മൾട്ടിപ്പിൾ അല്ലേ? 112നെ 2 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്താൽ എത്രയാ? 224. അപ്പൊ 224 112ന്റെ മൾട്ടിപ്പിൾ അല്ലേ? അപ്പൊ ഇങ്ങനെ ഈ 112 224 ഒക്കെ 3 digit നമ്പർ അല്ലേ? അപ്പൊ അങ്ങനെയാണെങ്കിൽ എത്ര 3 digit നമ്പർ 112ന്റെ മൾട്ടിപ്പിൾ ആയിട്ട് വരുന്നുണ്ടെന്നാണ് ചോദ്യം. അപ്പൊ നമ്മൾ ഇങ്ങനെ 112നെ പിന്നെ 3 കൊണ്ട് ഗുണിച്ച് പിന്നെ 4 കൊണ്ട് ഗുണിച്ച് ഇങ്ങനെ പോണോ? അതിന്റെ എളുപ്പമാർഗം ഞാൻ പറഞ്ഞത് 112നെ 10 കൊണ്ട് ഗുണിച്ചു പോയാൽ സംഭവിക്കുക 1120 ആണ്. അത് 4 അക്ക സംഖ്യയാണ്. അതിൽ 112 വീണ്ടും കുറച്ച് കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ 9 കൊണ്ട് ഗുണിക്കേണ്ടതിലേക്ക് വരും. 9 കൊണ്ട് ഗുണിച്ചു കഴിഞ്ഞാൽ അത് 1008 ആയി പോകും. അതും 4 അക്ക സംഖ്യയാണ്. അപ്പൊ പിന്നെ നമുക്ക് തിരിച്ചറിയണം 8 കൊണ്ട് ഗുണിച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് എത്രയാ? 896 ആണ്. അപ്പൊ 896 ആണ് ഇതിൽ വലുത്. ഈ ഗണത്തിൽ 9 വരെ ഗുണിച്ചു കഴിഞ്ഞാൽ കിട്ടുന്ന 896 ആണ് ഇത് വലുത്. ഇത് മുഴുവൻ കൂട്ടിയൊക്കെ നിങ്ങൾക്ക് 8 എണ്ണം കിട്ടും. അപ്പൊ അതുകൊണ്ട് 8 കൊണ്ട് ഗുണിച്ചാൽ 896 കിട്ടുന്നതുകൊണ്ട് തന്നെ 8 എണ്ണമാണ് ശരി എന്ന് തിരിച്ചറിയുക. ഓക്കെ ആയോ? അപ്പൊ ഇതൊക്കെ മനസ്സിലൂടെ കണ്ടുപിടിക്കണം നിങ്ങൾ. പരീക്ഷ ഹാളിൽ നിന്ന് ഇതൊന്ന് സമയം കളയരുത്, ഇതൊക്കെ ചെയ്ത് നോക്കിയിട്ട് സമയം കളയരുത് എന്നാണ് പറയാനുള്ളത്. ബാക്കിയുള്ള കാര്യങ്ങൾ എനിക്ക് തോന്നുന്നത് അടുത്ത ക്ലാസ്സിൽ നമുക്ക് ചർച്ച ചെയ്യാമെന്ന് തോന്നുന്നു. ഞാൻ നിങ്ങൾക്കൊരു ഹോംവർക്ക് തരികയാണ്. ആ വർക്കിൻ്റെ ആൻസർ നിങ്ങൾ അടുത്ത ക്ലാസ്സിൽ ചെയ്ത് കാണിക്കണം. അതുമാത്രമല്ല, യൂട്യൂബിലൂടെ ഈ ക്ലാസ് വരുന്ന സമയത്ത് ആ ക്ലാസ് വരുന്ന സമയത്ത് ശ്രദ്ധിക്കുകയും വേണം. അപ്പോൾ അതിൻ്റെ ആൻസർ അതിലേക്ക് കൊടുക്കുക, ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. യെസ് ഓർ നോ നോക്കാം. യെസ്, ഒരൊറ്റ ചോദ്യം മാത്രമേ തരുന്നുള്ളൂ. ഓപ്ഷൻ വേണം ഞാൻ തരാം. എങ്ങനെ കിട്ടിയെന്നുള്ള അടുത്ത ക്ലാസ് പറയാം. 15⁻³ ×
15⁻²2 ഇസ് ഈക്വൽ ടു 15⁻8 ആണ്. എങ്കിൽ വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് എക്സ് എന്നാണ്. ഓപ്ഷൻസ് ആർ 10, 11, 12 and 13. ഈ ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചെടുക്കുമ്പോൾ 5⁻3/2 into 15⁻3/2 into 15⁻x/2 equals 15⁻8. What is the value of x? Options are 10, 11, 12, 13. 12, 13. These are the options. ഇപ്പോൾ ആരും ടൈപ്പ് ചെയ്യേണ്ട. ഈ ചോദ്യത്തിൻ്റെ ഉത്തരം നിങ്ങൾ യൂട്യൂബിൽ ക്ലാസ് വരുമ്പോൾ ചെയ്താൽ മതി. ശ്രദ്ധിക്കുക, ഇനി വരുന്ന ചോദ്യങ്ങൾ നമ്മൾ USSനെ ബേസ് ചെയ്തുകൊണ്ടുള്ള മാത്രമുള്ള ചോദ്യങ്ങളായിരിക്കും. ആ ചോദ്യങ്ങളാണ് നിങ്ങൾക്ക് വരിക. ഹയർ ലെവൽ ചോദ്യങ്ങളായിട്ട് നിങ്ങൾക്ക് തോന്നാം. ഈസി ആയിട്ട് നമുക്കത് ഓപ്പറേറ്റ് ചെയ്ത് പുറത്തെടുക്കാം. ഈസിയാണ്. അതുകൊണ്ട് കണക്കിൽ 20-20 നേടാൻ വേണ്ടി നിങ്ങളെ സഹായിക്കാം. നിങ്ങളുടെ ചോദ്യങ്ങൾ എനിക്ക് എൻ്റെ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരാം. ഇനി ഇതുവരെ എടുത്ത ഏതെങ്കിലും ക്ലാസ്സുകളിൽ നിങ്ങൾക്കൊരു ക്ലാരിറ്റി വരുത്താനുണ്ടെങ്കിൽ, ക്ലിയർ ആവാത്തതുണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് ഈ നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്ത് ചോദിക്കാം, അല്ലെങ്കിൽ നേരിട്ട് വിളിച്ച് ചോദിക്കാം. കാരണം കണക്കിൽ നമ്മൾ ഉദ്ദേശം നിങ്ങൾക്ക് 20 മാർക്കാണ്, 20 ചോദ്യം. 20-ൽ 20 നേടണം. ശ്രദ്ധിക്കുക, 20-ൽ 15-ലധികം നേടുന്ന കുട്ടി ആ കുട്ടി ഗിഫ്റ്റഡ് കുട്ടിയാണ്. ആ വിദ്യാഭ്യാസ ജില്ലയിലെ ടോപ്പ് മാർക്കുള്ള 40 കുട്ടികളിൽ ഒരാളായിട്ട് മാറും. അതിൽ 80-85 മാർക്ക് കിട്ടിയപ്പോൾ നോക്കണ്ട. അത് 20-ൽ 15-ലധികം കിട്ടിയാൽ നിങ്ങൾ ഗിഫ്റ്റഡ് ആയിക്കോളും. മറ്റുള്ള വിഷയമൊന്നും നോക്കണ്ട. കണക്കിൽ 15-ൻ്റെയും 10-ൻ്റെ ഇടയിൽ കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു 63 മുതൽ 70 വരെ മാർക്കായി പ്രതീക്ഷിക്കാവും. നിങ്ങൾക്ക് 10-ൽ താഴെയാണ് കിട്ടുന്നതെങ്കിൽ ഒരു പക്ഷേ നിങ്ങൾ തോറ്റുപോകാം. അതുകൊണ്ട് ശ്രദ്ധിക്കുക. ഈ കണക്കുകളൊക്കെ മനസ്സിലായിട്ടില്ലെങ്കിൽ ചോദിക്കാം, മുതിർന്നവരോട് ചോദിക്കാം, മനസ്സിലാക്കാം. നിങ്ങളുടെ ചോദ്യങ്ങൾ വാട്സപ്പ് ചെയ്തു തരാം. എല്ലാ ചോദ്യങ്ങളും ഇന്ന് ഉൾപ്പെടുത്താനൊന്നും കഴിഞ്ഞിട്ടില്ല. വരും ദിവസങ്ങളിൽ നിങ്ങൾ ശ്രദ്ധിക്കുക. വാട്സപ്പിൽ തലേ ദിവസം നിങ്ങൾക്ക് മെസ്സേജ് വരും. ആ മെസ്സേജ് ശ്രദ്ധിച്ചിട്ട് ആ മെസ്സേജിൽ ഏത് സമയത്താണോ ക്ലാസ് എന്ന് നോക്കുക. നമുക്കിവിടെ ഞാനിവിടെയുള്ള സമയത്ത് മറ്റ് ക്ലാസ്സുകളൊക്കെ പുറത്ത് പോയിട്ട് എടുത്ത് ക്ലാസ് വരുന്ന സമയത്തൊക്കെ ടൈം അവൈലബിൾ ആണെങ്കിലൊക്കെ നിങ്ങൾക്ക് മെസ്സേജുകൾ അപ്പോൾ തന്നെ ഞാൻ ഷെയർ ചെയ്യും. ആ സമയത്തൊക്കെ ക്ലാസ്സിന് തയ്യാറായിട്ടിരിക്കുക. ആ സമയത്ത് ക്ലാസ് കേൾക്കാൻ പ്രയാസമുള്ള കുട്ടികൾക്ക് യൂട്യൂബിലൂടെ ഇത് 44-ാമത്താണെന്ന് എൻ്റെ ഓർമ്മ. 44 വരെയുള്ളതെല്ലാം കൃത്യമായിട്ട് അതിൽ കൊടുത്തിട്ടുണ്ട്. ഒരു പരീക്ഷയ്ക്ക് ഞാൻ ഉറപ്പ് തരുന്നു, നിങ്ങൾ ഈ വർഷം ഞാൻ കൊടുത്ത 1 മുതൽ 44 വരെ ഇനി അങ്ങോട്ടും വരുന്ന ഈ വീഡിയോസിലുള്ള ചോദ്യങ്ങൾ നിങ്ങൾക്ക് വരുമെന്നുള്ള കാര്യം ഷുവറാണ്. അതിന് സമാനമായ ചോദ്യങ്ങളുണ്ടാവും. നിങ്ങൾക്ക് 20-ൽ 20 നേടെങ്കിൽ ആ വീഡിയോ കാണുക, നോട്ട് എഴുതി വെക്കുക. ഇന്ന് പങ്കെടുത്ത എല്ലാ കുട്ടികൾക്കും നല്ലൊരു ദിവസം നേരുന്നു. എല്ലാവർക്കും വിജയം നേരുന്നു. ഓൾ ദ ബെസ്റ്റ്.